മീഡിയകളെ ഈ നിമിഷം വരെ എല്ലാത്തിനും ഏത് സമയത്തും വിളിക്കലും ഏത് സമയത്തും സംസാരിക്കലും വിളിക്കലും സുരേഷ് കല്യാൺ സുരേഷ് എൻ്റെ വിഷമം വരുമ്പോൾ പ്രസാദം വിളിക്കും എന്നിട്ട് പറയാതെ കാര്യമാക്കേണ്ട ഫിറോസ് സാറില്ല ചില വർക്കിനിടയ്ക്കുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കിപ്പോഴും പോസിറ്റീവ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് വിഷമം പ്രസാദേട്ടൻ്റെ കോൾ വരാം. 10 അഭിപ്രായം പറയും. നമ്മുടെ എയിമാണ്, നമ്മുടെ ലക്ഷ്യം, നമ്മളത് ചെയ്യാന്നുള്ളതാണ്. ആരും നെഗറ്റീവ് കിട്ടുമ്പോഴേ അങ്ങനെയൊന്നുമില്ല. നെഗറ്റീവിനെ പറ്റി ചിന്തിക്കരുത്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിലല്ലേ ഇലക്ട്രിസിറ്റി ആവുള്ളൂ. പോസിറ്റീവ് ആണ് ഇത് തെളിയൂ. നെഗറ്റീവ് വേണം, വിമർശിക്കാൻ ആൾ വേണം. ഇപ്പൊ ഭരണത്തിലാണെങ്കിൽ നല്ല ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ നല്ല ഭരണം നടക്കും. വിമർശിക്കുന്തോറും നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവും. ചേച്ചി ഫ്രണ്ടിലോട്ട് വരാമോ? അവർ രണ്ടുപേരും നിന്റെ വീടാണ് നിങ്ങളുടെ. വളരെ മനോഹരമായ ഒരു ചടങ്ങ് ഇവിടെ. ചെറിയ മൊമെന്റ് കുഞ്ഞുങ്ങളെ പ്ലീസ്. ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ്. അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രചോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയം ചേർന്നിട്ടാണ് അത് നൽകുന്നത്. അതിനായിട്ട് രേണുവിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ. ചേച്ചി ആ ഫ്രണ്ടിലത്തെ മൊബൈലൊന്ന് മാറ്റുമോ? പറയാമല്ലോ.
ഇനി ബാക്കിയുള്ള NWIS ഇല്ല, നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് വയേഴ്സ് എല്ലാം തന്ന ആൾക്കാരാണ് അവര്. അവരുടെ പ്രതിനിധികളോട് ഉണ്ടായിരുന്നു. ആ ഒന്ന് വരികയാണെങ്കിൽ പ്രജേട്ട ഒന്ന് ഇതാ ഒന്നും തരാൻ പാടില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ജോലി ചെയ്ത് തരാന്ന് വന്നിട്ട് കോട്ടയം ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വന്നിട്ട് ടൈൽസിന്റെ വർക്ക് ചെയ്തെന്ന കുറച്ച് പിള്ളേരുണ്ട്. അവർ KFT കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയനാണ്. ഷെറിൻ ഷാ ആണ് അവരുടെ അതേപോലെ തന്നെ എടുത്ത സമയത്ത് ഇതിന്റെ പടവ് ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്നിട്ട് ചെയ്തത്. ഞങ്ങൾക്ക് പൈസ ഒന്നും തരാനില്ല, ഇതിന്റെ കൂലി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പടവ് ചെയ്തത് മഞ്ചേരിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് റൂം എടുത്ത് താമസിച്ചിട്ട് ഇതിന്റെ സ്ട്രക്ചറിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തന്ന ടീമുണ്ട്. ദിനേഷ് കൊച്ചുമാണ് അവരുടെ നേതൃസ്ഥാനത്തുള്ളത്. പെയിന്റിങ് ഇതേപോലെ തന്നെ എന്നെ കൊണ്ട് പൈസ ഒന്നും തരാനില്ല, ഞാൻ ഇവിടെ വന്നിട്ട് ജോലി തരാനുണ്ട്. പെയിന്റിങ് ചെയ്ത് അനിൽ പുള്ളും ഉണ്ട്. അനിലാണ് നമ്മുടെ കൂടെ നിന്നത് ഫസ്റ്റ് മീറ്റിംഗിൽ നമ്മുടെ ഫ്ലവേഴ്സിൽ വന്ന ഷാബൂസ് ഉണ്ട്, വൈറ്റ് ഹോംസ് ഉണ്ട്, ഷെബിൽ ഭായ്. ഫസ്റ്റ് മീറ്റിംഗിൽ ഫ്ലവേഴ്സിൽ വന്ന രാജേഷ്, നമ്മുടെ ഡൈനിങ് ടേബിൾ പെരിന്തൽമണ്ണുള്ള ആളാണ് രാജേഷ്. അതെ എല്ലാവരും വന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് സാമ്പത്തിക സഹായം നമുക്ക് ചെയ്തതിന് വേണ്ടി വളരെയധികം സന്തോഷം. അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് സുദീപാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ പെയിന്റ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് സുദീപിന്റെ ഷോപ്പിൽ താങ്ക് യു സോ മച്ച്. ഒരു പട്ടി താഴെ ഇതിന്റെ വിൻഡോസ് ഇല്ലേ, വിൻഡോസ് കംപ്ലീറ്റ് പുള്ളിയാണ് ചെയ്തത് നമുക്ക് ഫ്രീ ആയിട്ട്. 40-50,000 വരുന്നുണ്ട്. അത് തന്നെ നമ്മുടെ റിച്ചാർജ് അസോസിയേറ്റ്സിന്റെ ഇറ്റപ്പാലാണ്. ഇവിടെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതില്ലേ, ഇതൊക്കെ ഇല്ലേ, പിന്നെ ഞാൻ കാണിച്ചത് ഒരു മാർബിൾ ഫിനിഷ് കാണിച്ചിട്ടുണ്ട്. ടെക്സ്ചറിന്റെ ആള് പുള്ളിയാണ്. ഷുഹൈബ്, നമ്മുടെ ഇതിന്റെ കർട്ടൻ കംപ്ലീറ്റ് നമുക്ക് ചെയ്തു തന്നാണ് ഷുഹൈബ്. ഇത് രജീഷ്, നമ്മുടെ ഡിമാക്സ് സിനിമ ഹോംസ് ആണ്. പുള്ളിയുടെ ഇതിന്റെ ഫാനെല്ലാം നമുക്ക് പീയൂഷ് നമ്മുടെ മതിൽ കെട്ടാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് പീയൂഷാണ്. അവർക്ക് വേണ്ടിയിട്ട്
രജനീഷ്, ഇത് രജനീഷ് ആറന്മുള സ്വദേശിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം സുധിയുടെ ചിത്രം വരച്ചത് ഈ ഒരു താമസക്കാരനോടനുബന്ധിച്ച് വേണുവിന് സമ്മാനിക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇത് ആറന്മുള സ്വദേശിയാണ്. നല്ല ഒറിജിനാലിറ്റി. ന്യൂസുകൾ ജനങ്ങളിലെത്തിക്കാനും അല്ലാതെ നമ്മളൊരു നല്ലൊരു കർമ്മം കഴിഞ്ഞ് നിൽക്കുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടെ. അപ്പോൾ ഇതിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ വലിയ ഒരു യാത്രയായിരുന്നു. സുധി മരണപ്പെട്ട് അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം നിറഞ്ഞ ഓരോ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും മറ്റും പല ചാനലുകളും പല വേദികളിലും പറഞ്ഞതെല്ലാം വൈറലായിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിക്കാൻ താല്പര്യം കാണിച്ചത്. അതിന് ഞങ്ങളുടെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന ഒരാളാണ് പ്രസാദേട്ടൻ, അതേപോലെ ടിനിച്ചേട്ടൻ. ഞങ്ങളെ ഫ്ലവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഞങ്ങൾ ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു. ഫ്ലവേഴ്സിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളെ പല രീതിയിലും ശാരീരികമായിട്ടും മെറ്റീരിയൽസായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു. വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ ഇന്നത്തോടെ ഞങ്ങൾ ഈ സൈറ്റിനോട് വിട പറയുകയാണ്. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു. അതിന് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. നിങ്ങളെല്ലാം ഞങ്ങളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഓരോ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സുധി ഇല്ല എന്നുള്ളൊരു വിഷമം ഒരുപാടുണ്ട്. അത് തീർച്ചയായിട്ടും ആ വിഷമം എന്നും ഉണ്ടായിരിക്കും. എങ്കിലും ആ കുടുംബത്തിനും ഒരുപാട് നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും ഈ വീട്ടിലൂടെ വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഈ പറയുന്ന പോലെ സുധി എന്ന് പറയുന്ന ഒരാൾ ഇന്നും നമ്മളോടൊപ്പം നമ്മുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അന്നോട്ട് സുധിക്ക് നമ്മൾ ഒരു വീട് പണിയണം എന്നൊരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായി നമ്മളോട്ട് കണക്ട് ചെയ്തു. പ്രസാദിയേട്ടൻ, ടിനി, ശ്രീകണ്ഠ സാർ ഉൾപ്പെടെ 24 ന്യൂസ് ഉൾപ്പെടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാവിധ സഹകരണത്തോടുകൂടി സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ഫിറോസിൻ്റെ KHDC ഫേസ്ബുക്ക് കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്കാണ്, ആ സുഹൃത്ത് ബന്ധങ്ങൾക്കാണ് ഏറ്റവും അധികം നന്ദി പറയേണ്ടത്. ഫിറോസ് അത് വളരെ മനോഹരമായിട്ട് തന്നെ നല്ല വൃത്തിയോടുകൂടി വളരെ മനോഹരമായൊരു വീട് പണിത് അതിന് സുധിലയം എന്നൊരു മനോഹരമായ പേര് നൽകി. അപ്പോൾ തീർച്ചയായിട്ടും ആ നന്ദിയും കടപ്പാടും ഒക്കെ എത്ര തീർച്ചാൽ തീരാത്തതാണ്. അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഇതിനോട് സഹകരിച്ച്, പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഓരോ വളർച്ചകളിലും എപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട പ്രസാദിയേട്ടൻ ഇതിനകത്ത് തുടക്കം തൊട്ട് ആദ്യം മുതൽ എല്ലാ ദിവസവും രാവിലെ ഫിറോസിന് അല്ലേ ഒരു 7:30 കോള് വരുന്നു. അങ്ങനെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. അതുപോലെ ഷാജു ആണെങ്കിലും അതെ, നമ്മുടെ സംഘടനകൾ ഇപ്പം ഷാജുണും ടിനിയും നാഷുക്കും സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അവരടുത്ത ദിവസം വരും. അപ്പം എല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ, അലക്സ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഭവനം തീർത്തതിനും സഹകരിച്ച് കൂടെ നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. എല്ലാ വ്യക്തികളെയും പരാമർശിച്ചുകൊണ്ട് പ്രചോദ് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലം തന്ന വ്യക്തി, അദ്ദേഹത്തിനാണ് നമ്മൾ ആദ്യം കൈയടി കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട തിരുമേനി അദ്ദേഹത്തിന് ആദ്യം നിന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് പണിയുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ടെലിഫോണിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റിയുടെ കാര്യം, കരമടക്കുന്ന കാര്യം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പെർമിറ്റ് കിട്ടുന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ താജ് പത്തനംതിട്ട, അതുപോലെ തന്നെ ഏറ്റവും മുമ്പിൽ നിന്നത് അലക്സാണ്.
അലക്സാണ് ഓടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അറിയാം എന്തെല്ലാം. 2 ദിവസം പഞ്ചായത്ത് ഓഫീസിലായിരുന്നു അലക്സൊക്കെ പല ദിവസവും പഞ്ചായത്ത് ഓഫീസിലായിരുന്നു. അങ്ങനെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അതെല്ലാം ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. അലക്സ് ആളാൽ തന്നെ പോയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അലക്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് പറയുന്നു. ബാക്കി ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ കുറേ ആളുകൾ സഹായിച്ചിട്ടാണ്, ഇടക്കിടക്ക് പറയും ഞാനല്ല, എല്ലാവരും സഹായിച്ചിട്ടാണ്. ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുള്ളൂ, 4-5 ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അല്ല, അവസാനം തികയാതെ വന്നപ്പം അദ്ദേഹം ഇട്ടു. പിന്നെ നമ്മുടെ മറുനാടനാണ് ലാസ്റ്റ് മതിലില്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാൽ മതിലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അയ്യോ ഞങ്ങളുടെ പൈസയൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറുനാടൻ വന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ മതിൽ പണിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ വന്ന് ഞങ്ങൾ ടൈൽസ് തരാം, മറ്റൊരു എന്ന് പറയുന്നത് ഞങ്ങൾ പൈപ്പ് ഫിറ്റിങ്സ് തരാം, അല്ലെങ്കിൽ സാനിറ്ററി തരാം, അങ്ങനെ ഓരോ ദിവസവും ഉള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫിറോസ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടാന്ന് പറയും. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മള് അഡ്വാൻസ് കൊടുക്കാൻ പോയി ഓർമ്മല്ലേ, ആ ഒരു കഥ പറയണ്ട. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ സുധി എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാനും സുധിയും ഒന്നിച്ചാണ്. ഞങ്ങൾ എല്ലാവരും ഈ ഇതിലേക്കൊന്ന് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയത് ഞങ്ങൾ ഒന്നിച്ചാണ്. വളരെ സന്തോഷം. സുധിയുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഇനി സുഖമായിട്ട് അന്തിയുറങ്ങാൻ നല്ല വലിയ വീട്, നമ്മുടെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ വലിയൊരു വീടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിന് ഫിറോസിന് നന്ദി പറയണം. ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയലായിട്ടും 1 രൂപയാണെങ്കിലും കൊടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭക്ഷണം നന്ദി അറിയിക്കുകയാണ്. മായെന്ന സംഘടന പേരിലും പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്കളുടെ മാത്രമാണല്ലോ ആണോ? എവിടെ? ഇപ്പൊ ഒരു പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? സന്തോഷത്തിന് 4 വരി മതി, 4 വരി മാക്സിമം 8 വരി. വിനോദ് ആറ്റിങ്ങിന് വലിയൊരു പാട്ടുകാരനാണ്. രാജന്റെ ഗ്രൂപ്പിലെ പാട്ടുകാരൻ പറഞ്ഞോ. ശിഷ്യരാണ്. തീയിൽ കുരുത്തോണ്ട് എനിക്ക് വെയില് പ്രശ്നമില്ല. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. നിരാശപ്പെടുത്തരുത്. വേറെ പറമ്പിലെ പോയി വെക്കണം വെയിലുകൊണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ദൂരോട്ടേക്ക് ചേച്ചി
അന്ന് കണ്ടതാ. ഞാൻ അന്ന് കണ്ടത്. അവനെവിടെ? തിരിച്ചു വണ്ടി അടുത്ത കൂടുമ്പോ കുഞ്ഞെന്തിയെ കുഞ്ഞൊക്കെ സുഖിട്ടിരിക്കണം, വീട്ടിലുണ്ട്. ഞാനപ്പോ ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്ന് കല്യാണത്തിന് വന്നപ്പോ കുഞ്ഞ് സൂചിച്ചാൽ ആ അയ്യോ ഒന്നും പറയണ്ട, അത് എപ്പോഴും പറയും. ശരിയാ, രേഷ്മി നിലവിൽ പറയും. കയ്യിലൊരു പോരും കൊച്ചിന്റെ സുചേന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മള് നാശിക്കയുടെ മുകളിലല്ലേ അല്ലേ? ഞാൻ പിന്നെ രാത്രിയാണ്, മീൻസ് ഇന്നൊരു വേറെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ വന്നോന്ന് വിചാരിച്ചിട്ട് അത് ഏറ്റവും നടന്നു. പക്ഷെ ഇന്നലെ രാത്രി ക്യാൻസലായി. അതാണ് ഓടിപ്പിടിച്ച് വന്നത്. ഞാനപ്പോ അവര് വന്നിട്ട് പോയ സാധിച്ചേട്ടനൊക്കെ, സാധിച്ചേട്ടൻ്റെ കൂടെ വരാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ പിന്നെ നടന്നില്ല, പിന്നെ ഒറ്റയ്ക്ക് ഞാൻ വന്നു. സന്തോഷം. നമുക്കെല്ലാം സന്തോഷം. പ്രസാദൊക്കെ പോയാ? എല്ലാവരും പോയല്ലേ? ഞാനാ വൈകി വന്നു തോന്നുന്നത്. ബർത്ത്ഡേക്ക് സമയത്ത് എത്ര മണിക്ക് പാല് വെച്ചി? 12:30. എത്രയായോ? ആ ടൈം പറഞ്ഞതായിരുന്നു. അത് ഞാൻ നടക്കണ്ട കാണാല്ലേ വീട്. ഇപ്പൊ ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിലാണ്. എല്ലാവർക്കും പാല് കൊടുക്കുന്നത് എന്താ ഞാനെങ്കിൽ ഇറങ്ങിക്കോട്ടേക്ക്. ഇല്ല ഞാൻ ഇറങ്ങി. ഓ ഉറപ്പായിട്ടും ഞാൻ പറയാം. അവന് ജയിലിൻ്റെ തിരക്കാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവനും വന്നത് എന്നോട് വരാൻ കേസാണ്. കൃഷ്ണൻ്റെ കൂടെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഞാൻ അതെ സന്തോഷമുള്ള കാര്യം കൊണ്ടാണ് ഓടിപ്പിടിച്ച് വന്നത്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ പേരിലാണ് വന്നത്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും വരുന്നില്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. പുതിയ സൈക്കിളും കിട്ടി, വേറെ ഇരുന്നോ? ഫോൺ അടിക്കാം അല്ല ഫോൺ ഉണ്ടായിരുന്നത്. പേടിക്കണ്ട പോത്തില്ല. തേരുണ്ട് താഴെ, താഴെ പോത്തില്ല കേട്ടോ. പോത്തില്ല ഇരുന്നു, ധൈര്യമായിട്ടിരുന്നു. കാല് വെച്ച് ഇങ്ങോട്ട്
ഓടി 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 ഓടി